ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളെയാണ് നമ്മുടെ ഫിസിക്സ് പരീക്ഷ. ഇത്ര കാലം ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ നിങ്ങളുടെ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ചോദ്യ പേപ്പർ ഞാനൊന്ന് ഒതന്റിക്കലി ഗസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ പ്രോപ്പർ വെയിറ്റേജ് പ്രകാരം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോക്കാം. സോ ഈ ചോദ്യങ്ങൾ അതേപടി ചോദ്യ പേപ്പറിൽ കാണുന്ന കംപ്ലീറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ചോദ്യ പേപ്പർ കണ്ടിട്ടില്ല. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്, എന്റെ ഒരു കംപ്ലീറ്റ് പ്രഡിക്ഷൻ ആണ്. അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ലൈവ് കാണാൻ വേണ്ടി തുടങ്ങുക. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക് ഒരു കാരണവശാലും മറന്നു പോരുത്. ഇന്ന് 5 മണിക്ക് നമ്മുടെ കലാശക്കൊട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കലാശക്കൊട്ടിനകത്ത് നമ്മൾ ഡീൽ ചെയ്യും. സോ ഇന്നലത്തെ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ഇന്നലത്തെ ലൈവ് കാണുക. ഏകദേശം 3:30 വരെയാണ്, പുലർച്ചെ 3:30 വരെയായിരുന്നു ഇന്നലത്തെ ലൈവ് പോയത്. അത്രയും സമയം നിരവധി മക്കളാണ് ലൈവ് കണ്ടുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആ സ്ലൈഡ് റിവൈസ് ചെയ്യുക. ആ ലൈവ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും ആ ലൈവ് കാണുക. നമുക്കിതാ നമ്മുടെ ചോദ്യ പേപ്പറിലോട്ട് കിടക്കാം. നാളെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ എണ്ണി 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 അണ്ണൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കൂടെ നിൽക്കണം, കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരിക്കണം. റൈറ്റ്, ഓക്കെ, ഫൈൻ. സോ ഗൈസ്, ആദ്യം 1 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അത് ഇത്തരം ഒരു ചോദ്യം ആവാൻ സാധ്യത ഏറെയാണ്. സോളിഡ് ആംഗിളുടെ യൂണിറ്റ് എന്താണ്? സോളിഡ് ആംഗിൾ തന്നെ വേണ്ട, സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓറിയന്റഡ് ആയ ഒരു ചോദ്യമായിരുന്നു. സോ ഈ ഒരു ചോദ്യം കാണാൻ സാധ്യത ഏറെയാണ് കേട്ടോ. ഉത്തരങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ഉത്തരങ്ങളിലോട്ട് കടക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ആൻസേഴ്സ് എല്ലാം ലൈവിൽ പറഞ്ഞു തരുന്ന ചോദ്യങ്ങളാണ്. റൈറ്റ്, ഫ്രീ ഫാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ ഏതു തരം മോഷൻ ആണ്? ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ ഏത് തരം മോഷൻ ആണ് എന്ന കാര്യം പരീക്ഷകളിൽ 1 മാർക്കിന്റെ കാറ്റഗറിയിൽ ചോദിക്കാം. അടുത്തത് അതിന്റെ ഗ്രാഫ് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടെ. ഗ്രാഫ്, ഓരോ ഗ്രാഫുകളും കൃത്യമായി പഠിച്ചു വെച്ചോ. ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു കാര്യം പറയട്ടെ. ഈ ചോദ്യം അല്ലെങ്കിൽ ആ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യത മറ്റൊരു ചോദ്യമാണ് സ്ലോപ്പ് ഏരിയ ഓറിയന്റഡ് ആയ ചോദ്യം. സ്ലോപ്പ് ഏരിയ ഓറിയന്റഡ് ആയ ചോദ്യം, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് നൽകുക, അല്ലെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ് നൽകുക. സോ അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ഗ്രാഫ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഏരിയ എന്താണ്, അതിന്റെ സ്ലോപ്പ് എന്താണ് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. കൃത്യമായി മനസ്സിലാക്കുക, വ്യക്തമായി പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ്. അടുത്ത, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ സെന്ററിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണ് എന്നൊരു ചോദ്യം പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രതീക്ഷിക്കാം. ഭൂമിയുടെ സെന്ററിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കാം. ഇതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. മറ്റൊരു ചോദ്യം, ഓർ എസ്കേപ്പ് സ്പീഡ്. ഡയറക്റ്റ് ആ വാല്യൂ പഠിക്കാം. എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ നിങ്ങൾക്ക് അറിയണം, എർത്ത് നിങ്ങൾക്ക് അറിയണം. ആ വാല്യൂ ഉണ്ടല്ലോ, 11.2 അല്ലെങ്കിൽ 2.3 km/s. അത് പരീക്ഷകൾ ചോദിക്കാം. വാട്ട് ഈസ് ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ, വാട്ട് ഈസ് ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എർത്ത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഭൂമിയുടെ സെന്ററിലുള്ള വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കാം. പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. 1 മാർക്കിന്റെ കാറ്റഗറി. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. സോളിഡ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ ആണ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് എന്ന് പറയാം. പഠിച്ചിരിക്കാം. സിമിലറായ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ എന്ന് പറഞ്ഞ 2 മാർക്കിന്റെ കാറ്റഗറിയിലും ചോദിക്കാം, 1 മാർക്കിന്റെ കാറ്റഗറിയിലും ചോദിക്കാം. 1 മാർക്കിന്റെ കാറ്റഗറിയിൽ ചോദിക്കുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെടുന്ന ലോ ഏതാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആണെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത, ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് പ്യുവർ വാട്ടർ. ഫ്ലൂയിഡ്സ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്യുവർ വാട്ടറിന്റെ ആംഗിൾ ഓഫ് കോൺടാക്ട് എത്രയാണ് എന്ന ചോദ്യം വളരെയധികം എക്സ്പെക്ടേഷൻ നിങ്ങൾ കൊടുക്കേണ്ട സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ. അടുത്തത്, ഇത് നമ്മുടെ സ്വന്തം തെർമൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ചോദ്യമാണ്. ടെമ്പറേച്ചർ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ കൺവേർഷൻ ഓറിയന്റഡ് ആയ ചോദ്യം പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റുക. ഇതല്ലെങ്കിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം പറയട്ടെ. ഇതല്ലെങ്കിൽ ചോദിക്കുന്ന അനോമലസ് ബിഹേവിയർ ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കാം. അനോമലസ് ബിഹേവിയർ, അതിൽ ഏത് ടെമ്പറേച്ചറിനാണ് വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി? ആ 4 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കാം. റൈറ്റ്, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ കൺവേർഷൻ കൃത്യമായി പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെരിയഡ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡ് പെരിയഡിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. റൈറ്റ്, സോ അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം എന്ന് ചോദിക്കാം. പരീക്ഷയിൽ പ്രധാനമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്, എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. റൈറ്റ്, അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റൻസിലോട്ട് കടക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ ഓറിയന്റഡ് ആയി ഇത്തരം ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞു സ്ലോപ്പ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx അല്ല, ആംഗിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. tan 30, tan 60 ഓറിയന്റഡ് ആയിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. VA/VB ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അടുത്ത, വാട്ട് ഈസ് ദ കണ്ടീഷൻ ടു ഒബ്റ്റെയിൻ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്?
പ്രൊജക്ടൈൽ മോഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. തേർഡ് ചാപ്റ്റർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് പ്രൊജക്ടൈൽ? പ്രൊജക്ടൈലിന്റെ പാത്ത് എന്താണ്? പാരബോളിക് ആണ്, എല്ലാം അറിയാം, റൈറ്റ്? സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്, അതും നിങ്ങൾക്ക് അറിയാം. പോട്ടെ, അടുത്ത വർക്ക് എനർജി ഓറിയന്റഡ് ഏറ്റവും നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട മറ്റൊരു ചോദ്യമാണ്. നോക്കടാ, ഒരു ഹെവി ബോഡിയും ഒരു സ്മോൾ ബോഡിയും ഉണ്ട്. രണ്ടിനും സെയിം കൈനറ്റിക് എനർജിയാണ്. ആർക്കാണ് ഗ്രേറ്റർ മൊമെന്റം കൈനറ്റിക് എനർജി റിലേഷൻ ഓറിയന്റഡ് ആയ ചോദ്യ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം, പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ, പഠിച്ചു വെക്കണം. വെക്ടേഴ്സ് ഓറിയന്റഡ് ചോദ്യം, അതേ പ്ലെയിനിൽ നിന്ന് മറ്റൊരു വെക്ടർ ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലെയിൻ അല്ലെങ്കിൽ വർക്ക് എനർജി ഓറിയന്റഡ് ആയിട്ട് വെക്ടേഴ്സ് രണ്ടിലും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വെക്ടർ ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇത് തന്നെ വരണമെന്നില്ല, നമ്മൾ ഓൾറെഡി കുറെ എക്സാമ്പിൾസ് പഠിച്ചു. സോ ഇതും എന്തായാലും പഠിച്ചിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ചിലപ്പോൾ വർക്ക് എന്നാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ലൈക്ക് ദാറ്റ് ഈസ് F.S ഓറിയന്റഡ് ആയ ചോദ്യം. നമ്മൾ ഇന്നലത്തെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത F.S ഓറിയന്റഡ് ആയ ചോദ്യം വർക്ക് കണ്ടുപിടിക്കാൻ, വർക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഗൈസ്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം F.S ഓറിയന്റഡ് ആയ ചോദ്യം പരീക്ഷകൾ ചോദിക്കാം. അടുത്ത അനോമലസ് ബിഹേവിയർ ഞാൻ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് അനോമലസ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഒരു ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ അനോമലസ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഹാസ് മിനിമം വോള്യൂം ആൻഡ് മാക്സിമം ഡെൻസിറ്റി ആണ്. സോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും എന്ന് ചോദിക്കാം. ഇന്റേണൽ എനർജി ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ് എന്നൊക്കെ ചോദിക്കാം. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇറ്റ് ഡിപെൻഡ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓൺലി. സോ അതിനാൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ ഉത്തരം എഴുതാൻ. കൃത്യമായി പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത at what temperature RMS speed of hydrogen is double at STP? കൈനറ്റിക് തിയറി ഓറിയന്റഡ് ആയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത് 3 മാർക്കിന്റെ കാറ്റഗറിയിലോട്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു 3 മാർക്കിന്റെ കാറ്റഗറിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു ന്യൂമറിക്കൽ ഉറപ്പാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ന്യൂമറിക്കൽ കൈനമാറ്റിക് ഇക്വേഷൻ ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ V=U+AT SC=UT+12AT² V²U²+2AS അത് ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ പരീക്ഷയിൽ ചോദിക്കാൻ വലിയ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. ഇതല്ലെങ്കിൽ ചോദിക്കുന്ന 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. V²=U²+2AS അല്ലെങ്കിൽ SC=UT+12AT². അതിനു കൂടി ഒരു പോസിബിലിറ്റി കാണണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും ചോദിക്കും. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചാണ് വീണ്ടും ചോദിക്കും എന്ന് പറയാം, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കില്ല എന്ന് പറയുന്നില്ല, വീണ്ടും ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ബയോളജിയിൽ അങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു. സോ ഇത് രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ്. കൈനമാറ്റിക് ഇക്വേഷൻ ഓറിയന്റഡ് ആയിട്ട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്ത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ലെവൽ സർക്കുലർ റോഡ്. ഒരു ലെവൽ സർക്കുലർ റോഡിലുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ലെവൽ സർക്കുലർ റോഡാണ്. ബാങ്കിങ് ഓഫ് റോഡ് മോഡൽ എക്സാമിന് ചോദിച്ചു, അത് പഠിച്ചു വെക്കണം. അതും ചോദിക്കാം. കൂടെ ലെവൽ സർക്കുലർ റോഡ് കൂടി ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത് ആംഗുലർ മൊമെന്റം ഓറിയന്റഡ് ആയ ചോദ്യം. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റൻ ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉറപ്പുള്ള ചോദ്യമാണ്. പിന്നെ അത് ഓറിയന്റഡ് ആയ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ. ഇതല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈക്ക് ഇങ്ങനെ കറക്കം ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം തന്നെയാണ് ഇതിന്റെയും കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെ കറങ്ങുമ്പോഴാണ് സ്പീഡ് കൂടുതലായിരിക്കും, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ സോളിഡ്സ് ഓറിയന്റഡ് ആയ ചോദ്യം. ഞാൻ പറഞ്ഞു നോക്കടാ. ഫോർ ചെറിയ ഡിഫോർമേഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇതിൽ ഏത് ലോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അത് ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ. ഇന്നലെ നമ്മുടെ സ്വന്തം ജസീൽ സാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ പഠിപ്പിച്ചാണ്. ഈ ന്യൂമറിക്കൽ ഇതേ ന്യൂമറിക്കൽ അതുപോലെ തന്നെ ജസീൽ സാർ പഠിപ്പിച്ചത് എനിക്ക് ഉറപ്പാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പോസിബിൾ ക്വസ്റ്റൻ ആണ്, പഠിച്ചു വെക്കാനാണ് കേട്ടോ. സോളിഡ്സ് ഓറിയന്റഡ് ആയിട്ട്. അടുത്തത് ഫ്ലൂയിഡ്സ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, പാസ്കൽസ് ലോ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നെയിം ദ ലോ എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് അതിന്റെ ന്യൂമറിക്കൽ. പരീക്ഷയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠിക്കേണ്ടതാണ്. മനസ്സിരുത്തി പഠിക്കുക, ഓരോ കുട്ടികളും പഠിക്കുക. അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് കൈനറ്റിക് തിയറി ഓറിയന്റഡ് ആയിട്ട് 100% എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന പോസിബിൾ ആയ ചോദ്യമാണ്. കൈനറ്റിക് തിയറി ഓറിയന്റഡ് ആയ ഈ ഒരു ചോദ്യം ഇത് പഠിച്ചു വെക്കണം. അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകളിൽ ചോദിക്കുന്ന ഏറ്റവും പോസിബിൾ ക്വസ്റ്റൻ ആണ് എന്ന് പറയുന്നത്, പഠിച്ചു വെക്കുക. അടുത്തത് കാർനോട്ട് എഞ്ചിൻ. ഞാൻ പറയുന്നു തെർമോഡൈനാമിക്സിൽ അടുത്തൊരു 100% അഷുറൻസ് എനിക്ക് തരാൻ പറ്റുന്നത് കാർനോട്ട് എഞ്ചിന് തന്നെയാണ്. കാർനോട്ട് എഞ്ചിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും PV ഡയഗ്രാമും അത് ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. കാർനോട്ട് എഞ്ചിൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ പരീക്ഷയിൽ ചോദ്യം വരുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ് കാർനോട്ട് എഞ്ചിൻ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, കറക്റ്റ്നെസ് ചോദിക്കാം, ഉറപ്പായും ചോദിക്കാം. സോ എന്താണ് pH എന്ന് ചോദിക്കാം, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് ചോദിക്കാം. അതും കൃത്യമായി മനസ്സിലാക്കി വെക്കാം. സിമിലർ വേ ഒരു ഡെറിവേഷൻ എന്തായാലും പഠിച്ചിട്ട് പോവുക. ആ പാറ്റേണിൽ ഏത് ചോദിച്ചാലും വരും. സോ ഇത് തന്നെ ചോദിക്കണമെന്നില്ല. ഇതുപോലെ തന്നെ സെൻട്രിപെഡൽ ഫോഴ്സ് ചോദിക്കാം, ഏത് ഫ്രീക്വൻസി ചോദിക്കാം, ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം. കാരണം എല്ലാത്തിന്റെയും മെത്തേഡും
പാറ്റേണും ഒന്ന് തന്നെയാണ്. സോ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന് എന്തായാലും പരീക്ഷ ചോദിക്കും. അടുത്തത് വർക്ക് എനർജി ഓറിയന്റഡ് ആയ ചോദ്യമാണ്. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളീഷൻ, അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ആ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പരീക്ഷകൾ ചോദിക്കാറുണ്ട്. കൃത്യമായി പഠിച്ചു വെച്ചോ. വെരി 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 ഇമ്പോർട്ടന്റ് പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് പെൻഡുലത്തിന്റെ ടൈം പീരീഡ്. 100% ഞാൻ ഉറപ്പ് പറയുന്നു പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ചോദ്യമുണ്ട്. ചിത്രം നൽകും, അല്ലെങ്കിൽ ചിത്രം നമ്മൾ വരച്ചൊരു ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. അത് ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. ഓർ ന്യൂമറിക്കൽ. ഈ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിന് പകരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആവാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും ക്രാക്ക് ചെയ്യും. അടുത്തത് യെസ്, വേവ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പോസിബിലിറ്റി ഉള്ള ചോദ്യമാണെന്ത്? ഓപ്പൺ പൈപ്പിന്റെ ചോദ്യം വരാം. ഓപ്പൺ പൈപ്പിന്റെ ഫ്രീക്വൻസി, അതല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺ പൈപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് പഠിച്ചു വെച്ചോ. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷകൾ ചോദിക്കുന്നത്. നെക്സ്റ്റ് 5 മാർക്കിന്റെ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. മക്കളെ ശ്രദ്ധിക്കണം. മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്ന് 5 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, അത് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ. ഇൻസെക്റ്റിന്റെ ചോദ്യം. ഇൻസെക്ട് അല്ലെങ്കിൽ ആ സ്ട്രിങ് കല്ലിൽ കെട്ടി ഇങ്ങനെ കറക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതാണെങ്കിലും ഇതാണെങ്കിലും ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ 100% ഉറപ്പാണ് പഠിക്കേണ്ട ചോദ്യമാണ്. അടുത്തത് നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ബുള്ളറ്റ് ഗണ്ണ്, അതിന്റെ ന്യൂമറിക്കൽ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ബുള്ളറ്റ് ഗണ്ണ്, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിച്ചു വെക്കുക. ബാങ്കിങ് ഓഫ് റോഡ് പഠിക്കേണ്ട എന്നല്ല, തീർച്ചയായും ബാങ്കിങ് ഓഫ് റോഡ് പഠിക്കണം. അതിന്റെ കൂടെ ഇത് പഠിക്കണം. സോ ബാങ്കിങ് ഓഫ് റോഡ് എന്നുകൂടി ഞാൻ ഇതിന്റെ കൂടെ എഴുതാം. ഓർ ബാങ്കിങ് ഓഫ് റോഡ് രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും മനസ്സിലാക്കി വെക്കുക. ബാങ്കിങ് ഓഫ് റോഡും പഠിക്കണം, ഇതും പഠിക്കണം. അടുത്ത നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷനിൽ 100% എനിക്ക് പോസിബിലിറ്റി പറയാൻ സാധിക്കുക. എസ്കേപ്പ് സ്പീഡ് ചോദിക്കും. അത്രയും പോസിബിൾ ആയ ചോദ്യമാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. പരീക്ഷയിൽ അത്രയും സാധ്യത കൽപ്പിക്കേണ്ട, നിങ്ങൾ ഓരോരുത്തരും പഠിച്ചെടുക്കേണ്ട ചോദ്യമാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ന്യൂമറിക്കൽ, സാറ്റേണിന്റെ ടൈം പീരീഡ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പകരം ഏത് ന്യൂമറിക്കൽ വേണമെങ്കിൽ വരാം, പക്ഷേ എസ്കേപ്പ് സ്പീഡിന് മാറ്റം ഉണ്ടാവില്ല. ആ ചോദ്യം പേപ്പറിൽ ഉണ്ട് കേട്ടോ. അടുത്തലോട്ട് കിടക്കുന്നു ഫ്ലൂയിഡ്സിന് ഉറപ്പുള്ള ചോദ്യം, ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഫ്ലൂയിഡ്സിന് ഉറപ്പുള്ള ചോദ്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒരു തർക്കമില്ല, ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉണ്ട്. 100% അടുത്ത അഷ്വറൻസ്. 100% ഉറപ്പുള്ള അടുത്ത ചോദ്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എല്ലാവരും പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ്, ദാറ്റ് മച്ച് പോസിബിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ ഗൈസ്, അത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ. സോ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ പരമാവധി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് പ്രിഡിക്ഷൻ ആണ്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. സിമിലർ വേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, 5 മണിയുടെ ലൈവ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഗംഭീരമായിട്ട് പഠിക്കാം. കലാശക്കൊട്ട് 5 മണിക്കാണ് മുഴുവൻ ചാപ്റ്റേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നേരത്തെ തുടങ്ങുന്നത്. നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോ കൂടെ ഉണ്ടാവണം. ഗംഭീരമായിട്ട് പഠിക്കാം. സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. കാണാം.